അതെ, എനിക്കൊരു ലവ് ലെറ്റർ കിട്ടി. എന്തോന്നാ? എനിക്കൊരു ലവ് ലെറ്റർ കിട്ടിയെന്ന്. രണ്ടും കൂടെ കിണിക്കാതെ ഇത് നോക്ക്. അല്ല നാത്തൂനെ, ഈ പ്രായത്തിൽ ആരാ നാത്തൂന് ലവ് ലെറ്റർ എഴുതാൻ? എനിക്ക് ഇവനെയാ സംശയം. വെറുതെ വായിത്തൊന്ന് കൊറക്കി പാട്ടുപോലെ പറയല്ലേ. അങ്ങനല്ലേ? അല്ല, സീതേച്ചി പറഞ്ഞ പോലെ അപ്പച്ചിക്ക് ആരാ ലവ് ലെറ്റർ എഴുതാൻ? അതാ എനിക്കും മനസ്സിലാകാത്തത്. അല്ല, ഇനി എനിക്കാണോ അതോ വേറെ വല്ലവർക്കും എഴുതിയതാണോ എന്നും എനിക്ക് സംശയമുണ്ട്. അപ്പച്ചി ഒരു കാര്യം ചെയ്യും, ആ ലവ് ലെറ്റർ ഇങ്ങതാ, ഞാനൊന്ന് നോക്കട്ടെ. കൊറേ നാളായേ ലവ് ലെറ്റർ ഒക്കെ ഒന്ന് വായിച്ചിട്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, എനിക്ക് ഒരുപാട് ലവ് ലെറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്സരസ് അല്ലായിരുന്നു? അപ്സരസ് അല്ലേലും അത്യാവശ്യം ലുക്കൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. കണ്ടാലും മതി. സത്യവാ സീതേച്ചി പറയുന്നത്. പല ദിവസങ്ങളിൽ എന്റെ ഉമ്മ ചായ തിളപ്പിക്കുന്നതേ എനിക്ക് കിട്ടിയ ലവ് ലെറ്റർ എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിച്ചിട്ടാ. അപ്പൊ പിന്നെ പഞ്ചാരയുണ്ടല്ലോ, ലാഭമായി. അപ്പച്ചി എന്തുവാ ഇങ്ങനെ? പോട്ടെ, വായിച്ചു സുലു. ഞാൻ വായിക്കാം. എന്താ കണ്ണു പിടിക്കുന്നില്ലേ? കണ്ണ് പിടിക്കാഞ്ഞിട്ടല്ല അപ്പച്ചി, ഈ പ്രേമലേഖനൊക്കെ വായിക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു മൂടൊക്കെ ഉണ്ട്. എന്ത് പരിപാടി? ഷാഹിന, അപ്പച്ചിക്ക് ഒരു പ്രേമലേഖനം കിട്ടിയെന്ന്. പ്രേമലേഖനോ? അപ്പച്ചിക്കോ? അപ്പച്ചി ആരെഴുതിയതാ? നിന്റെ വാപ്പാ. അപ്പച്ചി ആവശ്യമില്ലാത്ത വർത്തമാനം പറയുന്നത് കേട്ടോ. കേൾക്കണല്ലോ. ഉമ്മ അപ്പച്ചി ചുമ്മാ തമാശക്ക് പറഞ്ഞല്ലേ? പാപ്പയ്ക്ക് വിളിച്ചിട്ടാണോ തമാശ പറയുന്നത്? ഞാനിപ്പോ അങ്ങനെ വിളിച്ചു. നീ വല്ലതും ചെയ്യാൻ ഉദ്ദേശമുണ്ടോ? ഒന്ന് ബഹളം വെക്കാണ്ടിരിക്കോ സുലു? അതൊന്ന് വായിച്ചേ. ഇനി ആ മൂട് വരട്ടെ. എന്നെങ്ങാനും വരുവോ? അപ്പച്ചി സത്യം പറ, ആരെഴുതിയതാ? ഞാൻ പറയട്ടെ, വായിക്കട്ടെ. എന്റെ പ്രിയേ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്റെ കൽബിൽ പ്രിയതമെ കൊണ്ടു നടക്കുകയാണ്. എന്റെ പ്രിയതമയില്ലാതെ എനിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പ്രിയതമയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ സർവ്വതും ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ജാതി, മതം എല്ലാം. എനിക്ക് എൻ്റെ പ്രിയതമയോടൊത്ത് ജീവിക്കുകയും മരിക്കുകയും വേണം എന്ന് പ്രിയയുടെ സ്വന്തം കെ. കെ ഫോർ കാമുകൻ. അപ്പച്ചി ഇത് പോലും അറിയത്തില്ല. അല്ല അപ്പച്ചി, ഇത് കെ ഫോർ കാമുകൻ എന്നല്ല. പിന്നെ ഇത് ആരുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരമാണ് ഈ കെ. ഫുൾ നെയിം എഴുതാനേ പേടിച്ചിട്ട് മൊത്തം എഴുതാതിരിക്കുന്ന ആളുകളാ. ഏതോ ഒരു കള്ളന. അങ്ങനെയാണെങ്കിൽ അത് കുട്ടിക്കൃഷ്ണൻ ചാൻസ് ഉണ്ട്. കുഞ്ഞികൃഷ്ണനാവാം, കുമാരനാവാം, കരുണാകരനാവാം, അല്ലാതെ കെ അബൂബക്കർ ആവാം, കെ ജോസഫ് ആകാം, കെ രാഘവനാവാം. അല്ല, അങ്ങനെ സാധ്യതകൾ പറയാറ് നമ്മളെ. എന്നാലും ഈ കെ ആരായിരിക്കും? ആരായാലും അപ്പച്ചി. ഷാഹിന, ഷാഹിന, എവിടെയത്? ഇവിടെ ഉണ്ട്. സാറാമ്മ മേഡം. എല്ലാവരും ഉണ്ടല്ലോ. എന്താ വല്ല വിശേഷപ്പെട്ട ചർച്ചയിലോ വല്ലോ ആണോ? ഇവിടെ വിശേഷമൊന്നുമില്ല. ഞങ്ങൾ ചില കുടുംബകാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അയ്യോ, അങ്ങോട്ടൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇവിടെ കാണാൻ വന്നതാ. എന്നെയോ? കൊടുകൈ അഭിനന്ദനങ്ങൾ. എന്തിനാ? നീ ആ ഷാനവാസിനെ മലർത്തി അടിച്ചില്ലേ, അതിന്. പെണ്ണുങ്ങളെ ഇങ്ങനെ വേണോ? താങ്ക് യു. കൂടെ ഞാനും ഉണ്ടായിരുന്നു. അതില് കഥയൊന്നുമില്ല. ഞാൻ ഇവിടെ മാത്രം അഭിനന്ദിക്കാൻ വേണ്ടി വന്നതാ. ഓ, ഇനിയിപ്പോ അതിന്റെ ഒരു കുറവേ ഉള്ളൂ. അതെ, നീ വന്നൊരു കാര്യം പറയാനുണ്ട്. എന്താ മേഡം? അതിവിടെ ഒന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. ബാ. അപ്പച്ചി, എന്നാലും ഇത് ആരായിരിക്കും? അതല്ലെന്ന്, ഇത് ഈ കെ ആരായിരിക്കും? അത് ഞാൻ കണ്ടുപിടിക്കും. ഞാൻ ആരാ മോള്? ഒന്നേ. എന്താ മേഡം പറയാനുണ്ടെന്ന് പറഞ്ഞേ? അഭിനന്ദിക്കാൻ വിളിച്ചതാ. അവിടുന്ന് അഭിനന്ദിച്ചില്ലേ? അയ്യോ, എനിക്കത് മതിയാവുന്നില്ല. ആണോ? എവിടുന്ന് കിട്ടി ഇത്രയും ധൈര്യം? അയ്യോ, എനിക്കങ്ങനെ ധൈര്യം ഉണ്ടായിട്ടൊന്നല്ല.
അപ്പൊ ആ ഫ്ലോയിൽ അങ്ങ് സംഭവിച്ചു പോയതാ. ഈ ധൈര്യം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. സമ്മതിച്ചേട്ടോ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിനക്ക് ഇത്രയും ധൈര്യം ഉണ്ടാവുമെന്ന്. എന്നാലും ആ ഷാനവാസ് എന്റെ മൂന്നൊക്കെ കണ്ണം കൊടുക്കാൻ കൂടെ വേണമായിരുന്നു. അയ്യോ അങ്ങനെ ഞാൻ അങ്ങനെ ഉപദ്രവിക്കൊന്നുമില്ല. അല്ലേ, ഞാൻ അറിയാണ്ടൊരു ആവേശത്തിൽ പറഞ്ഞു പോയത്. ചെയ്യണ്ട അങ്ങനൊന്നും, പറഞ്ഞു പോയതാ. എന്നാൽ എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അല്ല മേഡം, ഞാനിപ്പോ ഇങ്ങനൊക്കെ ചെയ്തോണ്ടേ ആ ഷാനവാസിന് തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ വരുമോ? അയ്യേ, അവൻ എന്തോന്ന് ചെയ്യാൻ? എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് ചെയ്തേനെ. ഇത് ഞാഞ്ഞൂല്. അയ്യേ, ഇവനെയൊക്കെ ആരെങ്കിലും പേടിക്കൂ? ഇനി അഥവാ അവൻ തല പൊക്കിയ എന്ത് വേണമെന്നുള്ളത് എനിക്കറിയാം. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിന്റെ കൂടെ ഞാനും എന്റെ പാർട്ടിയും എപ്പോഴും ഉണ്ടാവും. ആണോ? നിന്റെ ഈ ധൈര്യം കാണുമ്പോണ്ടല്ലോ എനിക്ക് എന്റെ ഹീരാഭായി ഓർമ്മ വരുന്നത്. പെണ്ണെന്ന് പറഞ്ഞ അതാണ് പെണ്ണ്. എന്തൊരു ചങ്കൂറ്റാരെന്നറിയോ. എതിർത്ത് നിന്നവനെ ചവിട്ടിക്കൂട്ടിയൊരു മൂലക്കിട്ട് അപാര ധൈര്യാണ്. ഹലോ, ഞാൻ നിന്നോടാ സംസാരിക്കുന്നത്. നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ ഒന്നും ആലോചിച്ചില്ലല്ലോ. ഒന്നും ആലോചിച്ചില്ലേ? ഇല്ല. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ എന്തുവാ? അത് അത് നീ ആലോചിച്ചെന്നാന്ന് പറ. അയ്യോ ഇല്ല മേഡം, ഞാൻ ഒന്നും ആലോചിച്ചില്ല. ഞാൻ ഇങ്ങനെ ഓർത്ത് നിന്ന് പോയതാ. എന്താണ് ഓർത്തത്? അല്ല, ഷാനവാസിന്റെ കാര്യേ. അത് ഞാൻ പറഞ്ഞല്ലോ, അവനെ പേടിക്കേണ്ട കാര്യമില്ല. എന്റെ പാർട്ടി ഞാനും ഒക്കെ കൂടെ ഉണ്ട്. അതേ ഉള്ളൂ നിന്റെ പ്രശ്നം? അതേ ഉള്ളൂ. ഉറപ്പായിട്ടും? പക്ഷെ നിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അയ്യോ, അത് മാഡത്തിന് തോന്നണത് എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന്. നീ കൊട്ടിലപ്പാട്ട് കിടന്ന് കാണുന്ന ഒരു ലോകമല്ല, ഇതിന്റെ പുറത്ത് വിശാലമായ ലോകമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നേക്കുന്ന ഒരാളാണ് ഞാൻ. മുഖം കണ്ടായിരിക്കും മനസ്സിലാവും. നീ കാര്യം പറ. അത് മാഡം, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ? ചോദിക്കും. ഈ ഒരാളെ പ്രണയാഭ്യർത്ഥന നടത്തി അത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുമോ? നിന്നോട് ആരാ പ്രണയാഭ്യർത്ഥന നടത്തിയത്? എന്നോടാരല്ല, പിന്നെ എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്താ. ഫ്രണ്ടിന്റെ അടുത്താണെങ്കിലും പ്രണയാഭ്യർത്ഥന നടത്തിയെന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയണം, അല്ലെങ്കിൽ അല്ലെന്ന് പറയണം. ഇപ്പൊ ഉദാഹരണത്തിന് മിസ്റ്റർ അമ്പിളിക്കയും നിങ്ങളും തമ്മിൽ പ്രണയിച്ചല്ലേ കല്യാണം കഴിച്ചത്. ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നീ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യൊന്നും ചെയ്തില്ലല്ലോ. അല്ല, ഇത് അങ്ങനെയല്ല. എനിക്ക് അമ്പിളിക്ക് ഇഷ്ടമായിരുന്നല്ലോ, ഇവൾക്ക് ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് അയാളോട് പറ, കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടങ്ങ് പറ, ഇഷ്ടമല്ല എന്നങ്ങ് പറ. അത് കാണിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ അയാൾക്ക് തീരെ മനസ്സിലാവണില്ല. ഇങ്ങനെ ഒരു കാര്യം ചെയ്യ്, ഈ കുട്ടിയോട് പറ അവളുടെ വീട്ടുകാരുമായിട്ട് ഈ പ്രശ്നം ഒന്ന് ചർച്ച ചെയ്യാൻ. അയ്യോ, വീട്ടുകാരോട് ഒട്ടും പറയാൻ പറ്റത്തില്ല. അതെന്താ? ആകെ മൊത്തത്തിലേ വെളിവില്ലാത്തവർ അവളുടെ വീട്ടുകാര്. പോരാത്തിന് അവളുടെ പ്രശ്നമാണെന്ന് ചിലപ്പോ പറഞ്ഞോളേ. അതുമല്ല, അവളുടെ ഭർത്താവേ അങ്ങ് വിദേശത്താ. അപ്പൊ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാം. അപ്പൊ കംപ്ലൈന്റ് ചെയ്യാല്ലേ? പിന്നെ തീർച്ചയായിട്ടും കംപ്ലൈന്റ് ചെയ്യാം. അല്ല, ഇതിപ്പോ എന്തിനാ ഈ പോലീസ് സ്റ്റേഷൻ വരെ പോകുന്നേ? നീ ഇപ്പൊ ഈ പ്രശ്നം എന്നോട് പറഞ്ഞില്ലേ? ഞാൻ ഏറ്റെടുക്കാം ഈ പ്രശ്നം. അയ്യോ, അത് വേണ്ട, മാഡം ഇടപെടാറായിട്ടില്ല. ഇതിപ്പോ ആ കുട്ടി പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, വീട്ടുകാരെ ഉൾപ്പെടുത്താൻ പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞത്. ഞാൻ പുറത്തുനിന്നുള്ള ഒരാളല്ലേ, ഒന്നും അല്ലെങ്കിൽ എനിക്ക് പാർട്ടിയുടെ പിന്തുണയുണ്ട്. ഞാൻ സംസാരിക്കാം അവരോട്. എവിടെ അവന്റെ വീട്? അയ്യോ, വീടൊന്നും എനിക്ക് അറിയത്തില്ല, എനിക്ക് എന്റെ ഫ്രണ്ടിനെ അറിയുള്ളൂ. അപ്പൊ ഒരു കാര്യം, നമുക്ക് ആ കുട്ടിയുടെ വീട്ടിൽ പോയി സംസാരിക്കാം. അല്ല മാഡം, അത്രത്തോളം ഒന്നും ആയിട്ടില്ല. ഇപ്പൊ അവളൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നാ പറഞ്ഞു. എന്നിട്ട് സെറ്റ് ആയില്ലെങ്കിൽ മാഡത്തിന് ഇടപെടുത്താം. എന്നെ വിളിക്കുമല്ലോ? ഓ, വിളിക്കും, ഉറപ്പായിട്ടും വിളിക്കും. ഞാൻ ഇടപെട്ടപ്പോ പറയണം. പറയാം. ഈ സ്ത്രീകളൊക്കെ എന്താ ഇങ്ങനെ? ഒരു കാര്യം ഇഷ്ടം അല്ലെങ്കിൽ ഇത് ചങ്കൂറ്റായിട്ട് തുറന്നു പറയാനുള്ള ഒരു ധൈര്യം കാണിക്കണം. അതെ, ഒരു കാര്യം ചോദിക്കട്ടെ? ഇല്ല മാഡം. ഇനി ഈ കൂട്ടുകാരിക്ക് എങ്ങാനും അയാളോടൊരു ഇഷ്ടം? അവൾക്ക് അവളെ ഇഷ്ടമൊന്നുമല്ല. അവളെ കെട്ടിയവനെ മാത്രം ധ്യാനിച്ചു കഴിയുന്ന പെൺകുട്ടിയാ. ഓക്കേ. ഓ, ഇവിടെ നിൽക്കുമായിരുന്നു. ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുടിക്കാൻ വാ. ചെറിയ ഷായന പോയി കുടിച്ചിട്ടോ. ഷായനയല്ല, നിങ്ങളെ വിളിച്ചത്. എനിക്കോ? ചായയോ? അത് അങ്കിയുടെ സുഹൃത്തല്ലേ, അതുകൊണ്ട് ഉണ്ടാക്കിയതാ. അല്ലെങ്കിൽ അവൻ വന്നിട്ട് ചോദിക്കില്ലേ, ഞാനില്ലാത്തപ്പോ എന്റെ സുഹൃത്ത് വന്നപ്പോ എന്താ ചായ കൊടുക്കാഞ്ഞെന്ന്. അപ്പൊ സുഹൃത്തിന്റെ ഇഷ്ടം കൂടെ അറിഞ്ഞിരിക്കണ്ടേ? അന്ന് വന്നപ്പോഴേ ഞാൻ പറഞ്ഞ എനിക്ക് ചായയും കാപ്പിയൊന്നും ഇഷ്ടമല്ലാന്ന്. അതൊക്കെ എനിക്കറിയാം. നാരങ്ങ വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
എനിക്ക് വേണ്ട എന്തായാലും. വന്ന് കുടിച്ചിട്ട് പോയാ മതി, ഇല്ലെങ്കിലേ അവൻ എന്നോട് ചോദിക്കും. എനിക്ക് അവന്റെ വാലിരിക്കുന്ന കേൾക്കാൻ കഴിയല്ല. അങ്ങ് വന്നേക്കണം. മാഡം ഇനി വഴക്കൊന്നും വേണ്ട, അമ്മ വിളിച്ചല്ലേ ചെല്ല്. അയ്യോ എനിക്കിനി വഴക്കൊന്നും ഇല്ല. ഇങ്ങോട്ട് ജാടയിട്ടപ്പോ തിരിച്ച് ഞാനും ഒരു ജാടയിട്ടെന്നേ ഉള്ളൂ. ആഹാ പാവിത്രം ഉണ്ടാക്കി വെച്ചതല്ലേ, ഞാൻ പോയി കുടിച്ചോളാം. പിന്നെ കൂട്ടുകാരിയോട് പറഞ്ഞേക്കണം പ്രശ്നം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടെന്ന്. എന്ത് വിഷയം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞേക്കണം കേട്ടല്ലോ. ആ ഇനി മാഡത്തിനെങ്ങനെ സംശയം തോന്നിക്കാണോ എന്റെ കാര്യമാണ് ചോദിച്ചതെന്ന്? അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ല. ഇയാൾക്കിത് എന്തിന്റെ സൂക്കടാ? ഷാന, എന്താടി? ഒന്നുമില്ലമ്മേ. നീ എന്താ പേടിച്ചിരിക്കുന്ന പോലെ? എന്താ? അതമ്മ പെട്ടെന്ന് വിളിച്ചപ്പോ പേടിച്ചു പോയതാ. നീ എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ലമ്മേ. മനോഹരൻ വന്നില്ലേ? മനോഹരയുടെ വന്നിട്ടില്ല, വരുമെന്നാ പറഞ്ഞേ. ആണോ? കറി എന്താ അമ്മേ? കറി നിന്റെ വാപ്പ നെയ്മീൻ കൊണ്ടുവന്ന് അത് കറി വെച്ചു. നിനക്ക് എന്താ കഴിക്കണ? ചോറ് എടുക്കട്ടെ? വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട. വിശക്കണ്ടോ? ഇല്ല അമ്മേ, ഒന്നിവിടെ ഇരിക്കോ? എന്താ മോളെ? അമ്മേ, എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? അത് പറഞ്ഞ അമ്മ എന്നോട് ദേഷ്യപ്പെടരുത്. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്താ കാര്യം? അതമ്മ, ഞാൻ ഇത് പറഞ്ഞ അമ്മ എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് പറയാതെ ഇനിയും മനസ്സിൽ കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. നീ എന്തായാലും പറയ്. അതമ്മ തീരുമാനം ഉണ്ടാക്കണം. നിന്റെ കെട്ടിയോനെ വിളിച്ച് ഇച്ചാറാ പറപ്പിച്ചില്ലെങ്കിൽ നീ എന്റെ പേര് ബാലാമണി എന്നല്ല. ഇങ്ങനൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. സുലു, എന്താ പ്രശ്നം? എന്റെ സീതേച്ചി, എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ലവ് ലെറ്റർ തന്നെ ഇപ്പഴും പ്രശ്നം. അത് ഇതുവരെ തീർന്നില്ലേ? ഓ അപ്പച്ചി ഇപ്പൊ പറയാ എന്നെ മജീദയ്ക്ക് അപ്പച്ചിക്ക് ലവ് ലെറ്റർ എഴുതി കൊടുത്തേന്ന്. എനിക്ക് അവനെ തന്നെയാ സംശയം. എന്താ നാത്തൂനെ ഇത്? എടി, എനിക്ക് ഈ കാര്യത്തിൽ എല്ലാവരെയും സംശയമുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും കൈയക്ഷരം പരിശോധിക്കണം. ആദ്യം ഇവിടെ കിട്ടിയവന്റെ കൈയക്ഷരം വേണം പരിശോധിക്കാൻ. എനിക്ക് ഇനി ഈ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ പറ്റിയല്ലോ. നാത്തൂനെ, വേറെ പണിയൊന്നുമില്ലേ നിങ്ങൾക്ക്? അപ്പൊ നിങ്ങൾക്ക് ഇതിപ്പോ ആരാന്ന് അറിയാതെ നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല? ഉറക്കം വരുന്നില്ല. ഉറക്കം വരുന്നില്ല. അതെ അറിയും. ഒന്ന് നിർത്താവോ മോളെ? നീ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, അതെന്താ? ഒന്നുമില്ല, അതെന്താന്ന് ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് എന്തിന്റെ അസുഖമാ? ഞാൻ അറിയാൻ മേലെ ചോദിക്കുക, നിങ്ങൾക്ക് എന്തിന്റെ അസുഖമാ? എന്റെ ഇക്ക മാത്രമേ കണ്ടുള്ളൂ നിങ്ങൾക്ക് ലെറ്റർ എഴുതാൻ വേണ്ടി വന്നേക്കുന്നത്. എന്റെ ഇക്ക തീർന്നോ? നിന്റെ ഇക്ക നിനക്ക് വലുതായിരിക്കും, എനിക്ക് വെറും. എന്റെ നാത്തൂനെ, ഈ വയസ്സുകാലത്ത് നിങ്ങൾക്ക് ആരെഴുതിയെന്നാ ഈ പറയുന്നേ? എനിക്ക് സംശയം. സീതേച്ചി, എനിക്ക് നല്ല സംശയമുണ്ട്. ഇവരെ ഏതെങ്കിലും പഴയ സെറ്റപ്പ് എഴുതിയതായിരിക്കും. ആഹാ മോളെ. അച്ഛാ, ഇവിടെ തിരിക്കാന്നോ? ഫോൺ കിടന്ന് മെല്ലടിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. ആരാച്ചാ? നമ്പരാ. നോക്കിക്കൊണ്ടിരിക്കാതെ ഫോൺ എടുക്കും മോളെ. അല്ല അച്ഛാ, ഇതേ മൊബൈൽ കമ്പനിക്കാരുടെ നമ്പറാ. ഞാൻ വിചാരിച്ചു വല്ല അത്യാവശ്യക്കാർ വല്ലതും ആയിരിക്കും. അത്യാവശ്യമൊന്നുമില്ല അച്ഛാ. ശരി അച്ഛാ. ഓ, എന്താ മോളെ? അതെ അച്ഛാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? അതിനെന്താ ചോദിക്കുക? അതെ അച്ഛാ, എനിക്കൊരു കൂട്ടുകാരിയുണ്ട്. അവളാണെങ്കിൽ ഇപ്പൊ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുക. അപ്പൊ ആ പ്രശ്നത്തിൽ നിന്നൊന്ന് ഒഴിവാകാൻ വേണ്ടി എനിക്ക് അച്ഛന്റെ അഭിപ്രായം ഒന്ന് അറിയണം. എന്താന്ന് വെച്ചാ പറ മോളെ. അതായതേ ഇവിടെ ഉണ്ടല്ലേ അത്.
എല്ലാം ഓക്കെ. എന്താത്തിന്റെ ഓക്കെയാടാ? വണ്ടിയിലേ പിന്നെ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി പഠിത്തം ഇന്ന് അങ്ങ് തുടങ്ങാം. എന്റെ ബലരാമേട്ട, ഒരു ദിവസം വണ്ടി പഠിക്കാനേ ഒരു ഫുൾ ടാങ്ക് പെട്രോളാ ചെലവ്. അയ്യോ ആണോ മോളെ? അല്ല, നിങ്ങൾ എന്തെങ്കിലും സീരിയസ് ആയിട്ട് സംസാരിച്ചിരിക്കുകയാണോ? ഇല്ല, മോടെ സുഹൃത്തിന് എന്തോ ഒരു പ്രശ്നം. അപ്പൊ എന്നോട് അഭിപ്രായം ചോദിച്ചാ. ഓഹോ, അല്ല എന്നോട് അഭിപ്രായം ചോദിക്കില്ലേ? ചോദിക്കാം. മാമ ഇവിടെ നിന്നോ. എന്നാ പറ, എന്താണ് പ്രശ്നം? അതെ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സഫ്ന. അവളും അവളുടെ ഹസ്ബൻഡും വിദേശത്തായിരുന്നു. പക്ഷെ ഇപ്പൊ അവള് നാട്ടിലുണ്ട്. ഒരു തുണിക്കടയിൽ ജോലി ചെയ്യാ. നല്ല കാര്യമല്ലേ? അല്ല, അതല്ല, ഞാൻ പറയട്ടെ. അപ്പം അവിടുത്തെ ഓണർ ഉണ്ട് അവള് ജോലി ചെയ്യുന്നിടത്ത്. അയാൾ അവളെ ഭയങ്കര ശല്യം എന്ന് പറയുമ്പോ എപ്പോഴും മെസ്സേജ് അയക്കലും ഫോൺ ചെയ്യലും അങ്ങനെ ശല്യം ചെയ്യാ. അപ്പം അവളാകെ പെട്ടിരിക്കുക. അവളോട് അങ്ങോട്ട് ജോലിക്ക് പോകണ്ടെന്ന് പറ. അത് അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ലല്ലോ പെട്ടെന്ന്. ശരിയാ, അത് പറ്റില്ല. അപ്പൊ അവള് അതിന്ന് എങ്ങനെ ഒഴിവാവുന്നെന്ന് എൻ്റെ അടുത്താ ചോദിച്ചേ. അപ്പൊ ഞാൻ അച്ഛൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കായിരുന്നു. അവിടുന്ന് ഇറങ്ങി പോരാൻ പറ്റില്ലെങ്കിലേ നമുക്കേ ദൃശ്യ മോഡലിൽ അവനെ വിളിച്ചു വരുത്തിയിട്ട് വെട്ടിക്കൊന്നിട്ട് തെളിവൊക്കെ നശിപ്പിച്ച് കുഴിച്ചിട്ടാലോ? ആവശ്യമില്ലാത്ത സംസാരം ഒന്നും വേണ്ട കേട്ടോ. ഇയാളെ വലിയ ഐഡിയ. സ്ത്രീകൾ ഉപദ്രവിക്കുന്ന കേസല്ലേ മാമ? അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിപ്പം അത്രയൊന്നും എത്തിയിട്ടില്ല. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ പോയി ഞെട്ടിച്ചാ മതിയോ? അതിന് മാമ പോയ എങ്ങനെ ശരിയാവുന്നേ? ഇപ്പൊ അവളല്ലേ പെട്ടിരിക്കുന്നേ. അപ്പൊ അവക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന്? കുരുമുളക് പൊടിയുണ്ട്, അത് കൊണ്ടുപോയിട്ട് കണ്ണിലടിച്ചാ മതി. മാമ നടക്കുന്ന കാര്യം വല്ലതും പറ. നടക്കുന്ന കാര്യം ആദ്യം പറഞ്ഞല്ലോ, നടന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാന്ന്. അത് പറ്റില്ല. പിന്നെ ആക്രമിക്കുക, അല്ലാണ്ട് വേറെ എന്ത് ഓപ്ഷൻ ഉള്ളത്? അതെ, ഐഡിയ പറഞ്ഞു തരാൻ അറിയത്തില്ലെങ്കിൽ അത് പറ. ചുമ്മാ നിന്നിങ്ങനെ ഓരോന്ന് പറയണ്ട. ഞാൻ കരുതി അച്ഛനെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തരുമെന്ന്. മോളെ, അങ്ങനെ പെട്ടെന്ന് എടുത്തിയാടി കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നമല്ലത്. വളരെ ആലോചിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. ഇല്ലെങ്കിൽ കുഴപ്പമാവും. അതെല്ലേ? അതേ, അച്ഛൻ ഒന്നും ശരിക്കൊന്നും ആലോചിക്കട്ടെ, എന്നിട്ട് പറഞ്ഞുതരാം ഇതെങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന്. അല്ല, പോവാണോ? ഡ്രൈവിംഗ് പഠിക്കണ്ടേ? അത് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം മാമ. എന്തോ നല്ല ടെൻഷനില്ല. വല്ലാമേട്ടാ, എനിക്ക് തോന്നുന്ന ദൃശ്യം മോഡലിനെ നല്ലതെന്ന്. ആളെ വിളിച്ചു വരുത്തുക, തല്ലിക്കൊല്ലുക, കുഴിച്ചിടുക, മാറ്റി കുഴിച്ചിടുക, പഴയ കുഴിയിൽ പശുവിനെ കുഴിച്ചിടുക. പോടാവിടുന്നു. ഹലോ സാറമ്മ മാഡം, എനിക്ക് അത്യാവശ്യമായിട്ട് മാഡത്തിനെ ഒന്ന് കാണണം. ഷാഹിന, ഒന്ന് നിർത്ത്. ഒന്ന് നിർത്ത് ഷാഹിന. ഇത് എത്ര നേരമായി തുടങ്ങിയിട്ട്? എത്ര ദിവസമായി പിടിച്ചു നിൽക്കുന്നറിയോ? ഞാൻ ഒന്ന് കരഞ്ഞു തീർത്തോട്ടെ. എന്നാ കരയെ തീർത്തിട്ട് എന്നെ ഒന്ന് വിളിക്ക്. കരയെന്നും പറ മാഡം. ഒന്ന് നിർത്താവോ? നിർത്തണേ. മനുഷ്യൻ ക്ഷമയെ പരീക്ഷിക്കുന്നൊരു അതിരുണ്ട് കേട്ടോ. കാര്യം പറ അങ്ങോട്ട്. മോങ്ങരുത് നിന്നോണ്ട് കാര്യം പറ. തേങ്ങല്ലെന്ന് എനിക്കൊന്നും മനസ്സിലാവത്തില്ല നീ പറഞ്ഞ. ഞാനിനി എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിനക്കറിയത്തില്ല, പക്ഷെ എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. നീ കാര്യം പറ ഒന്ന്. മാഡം, അയാളെ കൊണ്ട് വലിയ ശല്യമാ. എന്നാ? അയാളെ കൊണ്ട് വലിയ ശല്യമാന്ന്. എനിക്കിത് അപ്പോഴേ
എനിക്കറിയായിരുന്നു. ഓ എന്തൊക്കെയായിരുന്നു, പ്രേമവിവാഹം, ഒളിച്ചോട്ടം, അയ്യോ എന്റെ അമ്പിളിക്കില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ചക്കര മാങ്ങ തേങ്ങ എന്തൊക്കെയായിരുന്നു, എനിക്കറിയായിരുന്നു. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിനക്കിപ്പോ എന്ത് വേണം? ഡിവോഴ്സ് ഞാൻ ശരിയാക്കി തരാം. എന്താ പ്രശ്നം പറ. മാഡം വെറുതെ നിന്ന് തോന്നിയാസം പറഞ്ഞോണ്ടല്ലോ ഈ വെള്ളത്തിൽ പിടിച്ച് മുക്കും ഞാൻ. ഇപ്പൊ ഞാനാണോ തോന്നിവാസം പറയുന്നത്? നീയല്ലേ പറഞ്ഞ ആളെ കൊണ്ട് ശല്യം വന്ന്? ഞാൻ അമ്പളിക്കയുടെ കാര്യല്ലേ ഈ പറയണേ. പിന്നെ വേറൊരാളുടെ കാര്യ. വേറെ ആളുണ്ടോ നിനക്ക്? എനിക്കല്ല, എന്നോട്. നീ കാര്യം പറഞ്ഞേ, തെളിച്ചു പറ. അതെ മാഡം, അമ്പിളിക്കയ്ക്ക് പൈസ കടം കൊടുത്ത ഒരാളുണ്ട്, പലിശക്കാരൻ കിട്ടൻ. അയാളെ പറ്റിയാ ഞാൻ പറയണേ. അയാൾ എന്ത് ചെയ്തു? അയാൾ എന്താ ചെയ്തതൊക്കെ പറയാനാണ് കൊറേ ഉണ്ട് പറയാൻ. അതെ, നീ ഈ കരച്ചിലൊന്ന് നിർത്ത്. ഞാൻ മുമ്പേ പറഞ്ഞാ നിന്നോടൊന്ന് നിർത്ത്. നീ കാര്യം വ്യക്തമായിട്ട് പറ, എന്നാലേ എനിക്ക് എന്തെങ്കിലും ഒരു തീരുമാനം പറയാൻ പറ്റുള്ളൂ. അയാൾ എനിക്ക് ലവ് ലെറ്റർ തന്നു.